ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്, ഒരു ഫയർ എക്സ്പെരിമെൻറ്റ്. എന്ന് വെച്ചാൽ വലിയ എക്സ്പെരിമെൻ്റ് ഒന്നുമല്ല, ചെറിയൊരു ഫയർ എക്സ്പെരിമെൻറ്റ്. ഒരു തിരിയും കുറച്ച് വെള്ളം കൊണ്ടാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെറുതെ ചെയ്യുന്നതല്ല, ഇത് ചെയ്യുന്നതിന് കുറച്ച് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വീഡിയോൻ്റെ അവസാനം പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുകയാണ് ഞാൻ ഇടുന്ന വീഡിയോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും. നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ആദ്യം ഒരു കിണ്ണാണ് വേണ്ടത്. ഒരു സ്റ്റീലിന്റെ കിണ്ണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു 10 തിരിയും വേണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ 10 തിരി കുരുന്ന് കണ്ടിച്ച് നമ്മൾ കിണ്ണത്തിലിടണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടിച്ചിടാം. ഇത് നമ്മൾ ഉരുക്കാനാണ്, പെട്ടെന്ന് ഉരുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ 10 തിരി നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിച്ചിടാം. ഫ്രണ്ട്സ്, നമ്മുടെ അടുപ്പ് നമ്മൾ പൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ഇത് തീ കത്തിക്കാണ്. അപ്പൊ നമ്മൾ ഇതിനായിട്ട് എടുത്തേക്കുന്നത് ആദ്യം നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്ത് വെക്കാണ്. ഇവിടെ നമ്മൾ തീ കത്തിക്കാൻ ഉപയോഗിക്കുന്നത് മിറ്റലാണ്. അപ്പോൾ മിറ്റൽമേ പൊടി ആവാതിരിക്കാൻ വേണ്ടി, പൊടി മീൻസ് നമ്മുടെ ഈ കത്തനേൻ്റെ വേസ്റ്റ് ആവാതിരിക്കാൻ നമ്മളൊരു പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഷീറ്റ് വെച്ച് അവിടെയാണ് ഇഷ്ടം വെച്ചേക്കണം. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മൾ കുറച്ച് വിറകൊക്കെ ഉണ്ട്, നമ്മൾ കത്തണം. അപ്പോൾ അതിന് വേണ്ടി വിറകൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ഓലമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പെട്ടെന്ന് തീ പിടിക്കാൻ വേണ്ടി കുറച്ച് മണ്ണെണ്ണ നമ്മൾ ജസ്റ്റ് ഒഴിക്കുന്നുണ്ട്. കുറച്ച് ഒഴിക്കണുള്ളൂ, കൂടുതൽ ജാളി കത്തും. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തിരി, അത് നമ്മൾ ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് നമ്മൾ കത്തിക്കുകയാണ്. കത്തിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇത് കത്തുമ്പോൾ ഇത് ശരിക്കും ഉരുകി പിന്നെ തീ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തീ കത്തി വന്നുള്ളൂ, മണ്ണെണ്ണ ഒഴിച്ചാണ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇപ്പോൾ തീ ആളി കത്തും നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ നേരത്തെ മണ്ണെണ്ണ ഒഴിച്ചാലും അവിടെ അത്രയും ഭാഗത്ത് ശരിക്കും ആളി കത്തും. ഇത് ശരിക്കും ആളി കത്തിയിട്ട് വേണം പിന്നെ നമ്മൾ നമ്മുടെ അതിനകത്ത് കിണ്ണത്തിലിട്ടണ മെഴുക് ഉരുകിയിട്ട് ശരിക്കും അതിനകത്ത് തീ കത്തും. അത് നമുക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും. ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കാണുന്നത് ബാക്കിലത്തെ ക്യാമറയിലെ വീഡിയോ ആണ്. നമ്മൾ തീ കത്തിക്കുന്നതിൻ്റെ ബാക്കിൽ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, അതിലെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് ആണ് നമുക്ക് തീ ആളി കത്തുന്നത്. തീ ശരിക്കും കത്തി നമ്മുടെ കിണ്ണത്തിൽ വെച്ചാൽ മെഴുക് ഉരുകും. അപ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിച്ച് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ തീ പുറത്തേക്ക് വരുന്നത് നമ്മൾ കുറച്ച് തള്ളി വെക്കുകയാണ്. അതായത് നമ്മുടെ വിറകും ഇതൊക്കെ പുറത്താണ് ഇപ്പോൾ കത്തുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും തള്ളി വെച്ചിട്ട് നമ്മുടെ അതിൻ്റെ അടിയിൽ തന്നെ ശരിക്കും ചൂട് കൊടുക്കണം, എന്നാലാണ് നമ്മുടെ മെഴുക് ശരിക്കും ഉരുകുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കാണാം നമ്മുടെ കിണ്ണത്തിൽ വെച്ചേക്കണ മെഴുകിന് തീ പിടിച്ചിട്ടുണ്ട് ശരിക്കും. അപ്പോൾ ഇനി നമുക്കിനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കലാണ്. അപ്പോൾ നമ്മളിനിയും വെള്ളം ഒഴിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പിൽ ഒരു കോല് കെട്ടി വെച്ച് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരു കോലുമേ ഒരു കപ്പ് കെട്ടി വെച്ചാണ് ഇത് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്തുനിന്ന് ഒഴിച്ചാൽ നമ്മുടെ മേത്തേക്ക് ആളി കത്തും. അപ്പോൾ നമുക്ക് നോക്കാം വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ റിസൾട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ രാത്രി ചെയ്തിരുന്നു. നമ്മൾ പകൽ അത് അത്രയും ക്ലാരിറ്റി ഉണ്ടായില്ലായിരിക്കും, തീ കത്തുന്നത് അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് രാത്രി ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി ചെയ്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ തീയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല ഇതിൽ കത്തുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ആയിരുന്നു, ഫയർ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം പറയുന്നു, നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത് ഫുൾ സേഫ്റ്റിയിലാണ്. നമ്മൾ പ്രത്യേകം, അതായത് നമ്മൾ അതിൻ്റെ അടുത്ത് പോയിന്നും ഒരിക്കലും ഇങ്ങനെ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ എവിടേക്ക് ഇങ്ങനെ തീ ആളിപ്പിടിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു കോലുമേ ഒരു കപ്പ് വെച്ച് കെട്ടിയാണ് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചത്. പിന്നെ നമ്മൾ ഇത് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വീട്ടിൽ അടുക്കളയിലൊക്കെ പെട്ടെന്ന് നമ്മുടെ ചട്ടിക്ക് തീ പിടിച്ച് കഴിഞ്ഞാൽ, ചട്ടിയുടെ അകത്ത് തീ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെന്ന് വെള്ളം ഒഴിക്കും. പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ച് തീ കെടുത്താനേ നോക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, വെള്ളം ഒഴിച്ച് തീ കെടുത്തിയാൽ എന്താ സംഭവിക്കണേ നമ്മൾ വീഡിയോയിൽ കണ്ടല്ലോ. അതോളം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും ചാക്കോ എന്തെങ്കിലും വെച്ച് അത് അടയ്ക്കാൻ അങ്ങനെ കളയാനേ പോകുള്ളൂ. അല്ലാതെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ തീ ആളി കത്താനും പിന്നെ കുറേ അപകടങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നമ്മൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം. പിന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്ത് ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ആണ്, തീ മെഴുകായിട്ട് വെള്ളം തീയായിട്ട് റിയാക്ട് ചെയ്യണ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.